നമ്മളെ സംബന്ധിക്കുന്ന ഭൗതിക കാര്യങ്ങളുടെയും ക്രിസ്തുവിൽ അതിൻ്റെ വഴിയുണ്ട്. യു ഗോട്ട് ദ പോയിൻറ്റ്. എല്ലാ വിഷയവും ഇപ്പോൾ നിൻ്റെ ഇപ്പോൾ 24 കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ആൾക്കാരെ വരെ അൾത്താറയിൽ കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞ അൾത്താറയാണിത്. അത് 1-2 കേസല്ല, പല പല കേസുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? ഡോക്ടർ അണ്ട ഉൽപ്പാദിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു, മൊബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, കൗണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ടെക്നിക്കലായിട്ട് നടക്കത്തില്ല എന്ന് പറയുന്ന കേസൊക്കെ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നീ നടക്കേണ്ട വഴി, ചെയ്യേണ്ട കാര്യങ്ങളെ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉൽപ്പാദിപ്പിക്കും. എന്താ കാര്യം? ക്രിസ്തുവിലെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തു നമ്മളിലേക്ക് 14:21 അനുസരിച്ചിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ എന്താ പറയണത്? ഞാൻ എന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പേഴ്സൺ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ, ത്രിത്വത്തിൻ്റെ 2-ാം ആളെ പുത്രൻ തമ്പുരാനെന്നുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിനേക്കാളുപരി നിൻ്റെ ജീവിതത്തിന് ഇപ്പോഴ് നീ എങ്ങോട്ടാണ് പോകേണ്ടത്, നീ നടക്കേണ്ട വഴി 32:8 അനുസരിച്ചുകൊണ്ട് നിൻ്റെ മുഖത്ത് നോക്കി പറയും. അത് വെളിപാടാണ്. അപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഒരു പച്ചത്തിരിയും ഒരു നീലത്തിരിയും കൊടുത്തിട്ട് ഈ പുതിയ വീട്ടിൽ പോയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയാണ്. മുട്ടിയിൽ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലിയിട്ടാണ് ചെല്ലണത്. അപ്പോൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ കൈ വിരിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ചില ആൾക്കാർ 1.5 ആഴ്ച കഴിയുമ്പോൾ കൈ വിരിക്കണ കാര്യം മറന്നു പോകും. അപ്പോൾ അതാണ് വിഷയം. ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ മരണം പ്രഖ്യാപിക്കും. ചില ആൾക്കാർ കൈ പിടിക്കണ കാര്യം പറയുമ്പോൾ 1.5 ആഴ്ച കഴിയുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണ കാണാം. ഇങ്ങനെ പിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ പിടിക്കാനാണ് പറഞ്ഞിരിക്കണം, കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാൻ. അപ്പോൾ ഓരോ ശരീരത്തിൻ്റെ അംഗവിക്ഷേപങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ബോഡി ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ ഫെയ്ത്ത് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യണവരുണ്ട്. അപ്പോൾ അവർ കൈ പിരിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇവർ നോക്കണമെന്ന് വെച്ചാൽ പച്ചപ്പൂക്കൾ. ഭയങ്കര മനോഹരമായൊരു സാക്ഷ്യമാണ്. പച്ചപ്പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നു. അവർ പറയുന്നു, ഞാൻ ഒരിക്കലും പച്ചപ്പൂക്കളെ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്ത്, ദൈവമേ, നീ കാണാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ നയിക്കും. അത് കറക്റ്റല്ലേ? പൂക്കൾ എപ്പോഴും സാധാരണ എന്താ? മഞ്ഞ അല്ലേ, അല്ലെ ചുവപ്പ്, റോസ്, നീലയൊക്കെ കാണും. പക്ഷെ പച്ചപ്പൂക്കൾ സെൽഡം നമ്മൾ കാണുന്നു അല്ലേ? അപ്പോൾ ഇവരിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുമ്പോൾ പച്ചപ്പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴണം. അപ്പം ഇവർക്ക് അതിൻ്റെ അർത്ഥം അറിയാൻ പാടില്ല. അപ്പം ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ല. പച്ചപ്പൂക്കൾ വെച്ചാൽ പച്ചപ്പൂക്കൾ റെയറാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത, നടക്കാത്ത ഒരു കാര്യമാണ്. അതാണ് ഇവർ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യുമ്പോൾ പച്ചപ്പൂക്കൾ കൊഴിഞ്ഞു വീഴുകയാണ്. ഉടനെ ഇവർ പറയും, ഇവരുടെ മനസ്സിൽ പറയും, പച്ചപ്പൂക്കളാണ്, ഇത് കാണാത്ത പൂക്കളാണല്ല. അമ്മ ഇത് എന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇവർ പഞ്ചായത്ത് ചെല്ലുമ്പോഴേ ചെടുത്തി അത് എഴുതി വെച്ചിട്ട് കേട്ടാ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. തീർന്നു. അതാണ് ആ പച്ചപ്പൂക്കൾ. 7 മാസം കൊണ്ട് ഓടിച്ച പഞ്ചായത്ത് സെക്രട്ടറി ഇവർ ചെല്ലുമ്പോൾ ഈ സാധനം 2 മിനിറ്റ് കൊണ്ട് എഴുതി കൊടുക്കുകയാണ്. കാര്യം പൂക്കളും പച്ചയാകുന്നു. സാധാരണഗതിയിൽ ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഇവരെപ്പോലെ ആ പഞ്ചായത്തിൽ എത്രയോ പേര് അപേക്ഷ വെച്ചിട്ടുണ്ട്, ആർക്കും കിട്ടിയിട്ടില്ല. ഇതാണ് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യരും പ്രാർത്ഥിക്കാത്ത മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ, അതായത് ഒരു ടെമ്പററി പ്രാർത്ഥനക്കാരുണ്ട്, TP പെർമിറ്റുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ TP പെർമിറ്റ് അടിച്ച് നിൽക്കും. ഉടമ്പടി പകുതി മുക്കാലും TP പെർമിറ്റാണ്, ടെമ്പററി പെർമിറ്റാണ്. എന്ന് വെച്ചാൽ അവർ 3 മാസത്തേക്ക് അടങ്ങി ഒതുങ്ങി വളരെ നല്ല വെള്ള ചമഞ്ഞൊക്കെ നടക്കും. 3 മാസം 90 ദിവസം കഴിയുമ്പോൾ അവരുടെ പഴയ അഭ്യാസങ്ങളൊക്കെ എടുക്കും. അതാണ് TP പെർമിറ്റ് എന്ന് പറയുന്നത്, ടെമ്പററി പെർമിറ്റ്. ചില ആൾക്കാർ പറയും, ഞാൻ ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം ഒരു കക്ഷി, ഞാനും ഒരു കക്ഷി. ദൈവത്തിലാണെങ്കിൽ മാറ്റമില്ല. ഞാൻ മാറിയാലും ദൈവം മാറത്തില്ല. പിന്നെ ദൈവത്തോട് ചെയ്ത വാഗ്ദാനം എങ്ങനെയാണ് മാറണത്? അതുകൊണ്ട് ഞാൻ വിശുദ്ധിയായിട്ട് തന്നെ ജീവിക്കും. അത് പെർമനൻ്റാണെന്ന്, പെർമനൻ്റായിട്ടുള്ള ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളൊരു ധാരണ എത്തണം. കാരണം ദൈവമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്.
അപ്പോൾ ഉടമ്പടിയുടെ ഒരു ടൈം കഴിഞ്ഞാലും നിങ്ങൾ ചില ആൾക്കാർ പറഞ്ഞു, അച്ഛാ തിരുതികളന്ന് പോയി കേട്ടോ, ഞങ്ങൾ രാജസ്ഥാനിലാണ്, ഞങ്ങൾക്ക് വരാനൊത്തില്ല, പക്ഷേ അച്ഛാ ഞങ്ങൾ അതുപോലെ തന്നെ ജീവിക്കണത്. അത് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അതൊക്കെ സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ്. കാര്യം തീരുന്ന മുമ്പ് തന്നെ വിശ്വാസം തീർന്ന ആൾക്കാരൊക്കെ ഉണ്ടേ. അവർ ചിലപ്പോൾ ആലപ്പുഴത്തിന് താമസിക്കുന്നുണ്ടാവും. അവിടെയാണ് ഈ വിഷയം വന്നത്. നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നീ ഇതിനെന്ത് ഇൻവെസ്റ്റ് ചെയ്ത്. ഒരിക്കൽ ഒരു 6 മണിക്ക് ആയപ്പോൾ ഞാൻ ആൾക്കാരെ കണ്ട് നിൽക്കുകയും, അപ്പോൾ ആൾക്കാരെ കണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 21 വയസ്സ്, അവൾ കരഞ്ഞുകൊണ്ട് വന്നച്ചാ, എൻ്റെ അവസാനത്തെ വണ്ടി പോയച്ചാ, ഞാനെങ്ങനെ ഇനി തിരിച്ചു പോകും, ഞാൻ അച്ഛനെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, അവൾ ഉടമ്പടിയെല്ലാം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയും, അപ്പം ഞാൻ അവളെ വെച്ച് ശിരസിൽ വെച്ച് മാക്സിമം ഇനി അവർ ഈ വിഷയവും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ വരാത്ത രീതിയിൽ ഞാൻ അമ്മയെ അവളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു വിട്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവർക്ക്. അവർ മറ്റുള്ളത് അച്ഛൻ ഇന്ന് കണ്ടിട്ട് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോവുകയും, ഇതിനകത്തൊക്കെ എല്ലാം എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അച്ഛനെ കാണണമെന്നല്ല ഞാൻ പറയണത്, കാണാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഹെവി എമർജൻസിക്കാർക്ക് മാത്രമേ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തിരിക്കുന്ന അച്ഛനെ കാണാൻ വേണ്ടിയല്ല. ചില ആൾക്കാർ അങ്ങനെ വേണ്ടി ഒരു ഉടമ്പടി എടുത്തിട്ട് കൃപാസനത്തിന് ചുറ്റും നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, വട്ടപ്രദക്ഷിണം നടക്കുന്ന ആൾക്കാർ. അതല്ല, ഉടമ്പടി എടുക്കുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ബോധത്തിൽ എടുക്കുന്ന ആൾക്കാർ 90% ആൾക്കാരും സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ അച്ഛനെ കണ്ടവരാണ്? അല്ല, മാതാവിനെ കണ്ട ആൾക്കാരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ആ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ലാഗ് ചെയ്യാൻ തുടങ്ങും. അച്ഛൻ പറഞ്ഞതിന് വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കേണ്ട വഴി ദൈവം നമ്മുടെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോഴേ ചിലപ്പോഴും നമുക്കറിയാത്ത വഴിയായിരിക്കും അത്, അറിയാത്ത. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ, വഴി ഒരിക്കലും മുട്ടുന്നില്ലെന്ന അർത്ഥം. എങ്ങനെയെങ്കിലും ദൈവം നിന്നെ സെറ്റാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പം അതുകൊണ്ട് നീ വെച്ച കാലം പുറകോട്ടെടുക്കരുത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ഏറ്റവും വലിയ സംഭവം അതാണ്, വെച്ച കാല് പുറകോട്ടെടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീ മുന്നോട്ട് ചെല്ലും തോറും, ദൈവമായിട്ടുള്ള യാത്ര മുന്നോട്ട് ചെല്ലും തോറും കൂടുതൽ ടോളിങ് ഉണ്ടായിക്കൊണ്ട് ടോൾ വെക്കാൻ പറയും. ഇപ്പം നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അവർ പറയും #, ഉണ്ടോ, ഫാസ്ടാഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ അവർ. അപ്പോൾ ഉണ്ടെങ്കിൽ അവരത് സെൻസർ ചെയ്തിട്ട് നമ്മളെ പറഞ്ഞു വിടും. അപ്പോഴും അവരുടെ പൈസ ബാങ്കിലൊക്കെ, അവരുടെ ബാങ്കിലോട്ട് നമ്മുടെ പൈസ ചെല്ലും. ഇതുപോലെ യാത്രക്ക് മുന്നോട്ട് പോകും തോറും ഫെയ്ത്ത് ടാഗിന് ഉണ്ട്, ഫെയ്ത്ത് ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താ കാര്യം, അതുപോലെയാണിത്. ഫെയ്ത്ത് ടാഗ് എന്ന് പറയും ഇതിന്. അതായത് നമ്മളുടെ ഫെയ്ത്തിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് ഈസിയായിട്ട് പോകാൻ പറ്റത്തില്ല. ടോൾ ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അത് ഇങ്ങനെ നിങ്ങളുടെ ടോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ചില ആൾക്കാർ സന്തോഷത്തോടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കേസ് കേട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ IELTS എഴുതി അതിൻ്റെ അത്ര ഒരു മൊഡ്യൂള് പോയി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് റീഡിങ്ങാണ്, ഇപ്പോൾ റൈറ്റിങ് പോയി. മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിനി ഞാൻ ഏത് ഡേറ്റ് എടുക്കുകയോ ഞാൻ പോകണം, എനിക്ക് പോകാൻ പറ്റുമോ, ഏത് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി ഞാൻ അവിടെ പോയി ഇവിടെ താമസിക്കുന്നു, ഇവിടെ കാണുന്നേ കാളെ കാറി കൂവി ആപ്പടെ കുളമാക്കും. അവിടെ വെച്ചാൽ ഇതായിട്ട് ഇത് ഫെയ്ത്ത് ടാഗാണ്. അപ്പം നീ എന്താ ചെയ്യണം? ചിലർ എന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, അത് കുഴപ്പമില്ല, അത് അടുത്ത പ്രാവശ്യം കർത്താവിനെ സെറ്റ് ചെയ്തോളും, കർത്താവിന് കുറച്ച് സമയം കൂടി തന്നിരിക്കണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ ക്യാഷ് അങ്ങോട്ട് അടച്ചേക്കും. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫെയ്ത്ത് ടാഗിങ്ങിൽ അവളെ വിശ്വാസം പ്രഖ്യാപിക്കും, എൻ്റെ കർത്താവ് എൻ്റെ കാര്യം സെറ്റ് ചെയ്യും. കാര്യം അത്രയും കൂടി വിശ്വാസം പ്രഖ്യാപിക്കാൻ നിനക്കൊരു അവസരം ദൈവം തരികയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഒരുപാട് കരുണി
എന്നെ നീ സുഖമാക്കിയാലും. അപ്പം നീ ദൈവ പൈതലാണെന്നുള്ള ബോധം ഉണ്ടാകണം. അപ്പം ഞാൻ എപ്പോഴും അന്ന് എനിക്ക് കർത്താവ് നന്ദി നോട്ടനുസരിച്ച് ഞാൻ പറഞ്ഞു, നീ കർത്താവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ദൈവ പൈതലാണെന്നുള്ള ചിന്തയിൽ വേണം ചോദിക്കാൻ. പക്ഷേ നിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേര് ചേർത്തിട്ട് അയാളുടെ മകനാണ് മകളാണെന്നും പറഞ്ഞ് അല്ല ചോദിക്കേണ്ടത്. ദൈവ പൈതലാണ് നീ എന്നുള്ള ബോധത്തിൽ ചോദിക്കണം. അപ്പോൾ നിനക്ക് ദൈവ പൈതലിൻ്റെ മാന്യതയെ താമസിക്കാനുള്ള ആലയം കർത്താവ് നിനക്ക് തരും എന്ന് എനിക്ക് കിട്ടിയത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ്. പക്ഷേ ഈ അലന്ദാസ് ആ പ്രസംഗം കേട്ട് അവൻ പറയണത് ഇതാണ്, അതായത് ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി കർത്താവിനോട് ഞങ്ങൾ വീട് ചോദിക്കണമെന്ന് തോന്നി, നല്ല വീട് ചോദിക്കണമെന്ന് തോന്നി. കാര്യം എന്താണ്, ന്യായമായിട്ട് നമുക്ക് ആവശ്യമായതാണത്. നിങ്ങൾ പുറംപോക്കിലാണ് താമസിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് എന്നെ ഇവിടുന്ന് കരകയറ്റുമെന്ന് ചിന്തിക്കണം. കാര്യം എന്താ, നീ കർത്താവിൻ്റെ മകളാണ്, കർത്താവിൻ്റെ മകനാണെങ്കിൽ നീ എവിടെ നടക്കേണ്ട വഴി മാത്രമല്ല, കിടക്കേണ്ട സ്ഥലം വരെ കർത്താവ് നിനക്ക് കാണിച്ചു തരും. അപ്പം അതനുസരിച്ചിട്ട് അനന്തദാസും അമ്മയും വന്ന് സാക്ഷി ഇവിടെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കുണ്ടായിരുന്ന പ്രോബ്ലങ്ങൾ ഒന്ന്, അവിടെ സ്ഥലം വിറ്റ് മാറണില്ല. അവരെന്താ ചെയ്തിരിക്കണത്, സ്ഥലം വിറ്റ് മാറാത്ത കാരണം അവിടെ കുറച്ച് അടുപ്പക്കാരും ബന്ധുക്കളൊക്കെ ആ സ്ഥലം സ്ഥലം വിറ്റാൽ നാട് വിട്ട് പോകും, അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് അവർക്ക് കൂടി സ്ഥലം കിട്ടാൻ വേണ്ടി അവർ സ്ഥലം വിൽപ്പിക്കാതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വില കുറച്ച് അവർക്ക് കിട്ടണം. പക്ഷേ വില കുറച്ചാൽ ഇവർക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഉടമ്പടിയിൽ അവർ ഇട്ടിരിക്കുകയാണ്. അമ്മേ ഞങ്ങൾക്ക് സ്ഥലം വിറ്റ് വീട് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഇവിടെ വന്നപ്പോൾ തന്നെ മാതാവ് അതായത് ഹൃദയത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആളാണ്. അതെപ്പോഴും ഇപ്പം നമ്മൾ ചിലപ്പോൾ അവിശ്വാസിയാകാം, അല്ലെങ്കിൽ വേണ്ടത്ര വിശ്വാസം ഇല്ലാത്ത ആളാകാം. പക്ഷെ നമ്മുടെ ഹൃദയം എന്താണെന്നാണ് ദൈവം നോക്കണത്. ദൈവമേ എനിക്കതൊന്ന് വിശദീകരിച്ച് തരികണമെങ്കിൽ ഞാൻ വിശ്വസിച്ചോളാം. അങ്ങനെ പറയണ ഒരാൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാമെന്ന് തോന്നണില്ല. എൻ്റെ വീട്ടിൽ വിശ്വാസ പാരമ്പര്യമില്ല, കുടുംബ പ്രാർത്ഥനയില്ല. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നാൽ ഞാൻ വിശ്വസിച്ചോളാം. ദൈവമേ എനിക്ക് ദൈവം ഉണ്ടെന്നറിയണത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് ഇവരുടെ. അതായത് ഈ ദൈവം അവനെ ഉണ്ട്, അവനെ വെളിപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ ഉള്ള ചിന്തയുള്ളതാണ്. അപ്പം അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവൻ തണുക്കാൻ തുടങ്ങി, ബോഡി തണുക്കാൻ തുടങ്ങി, അവൻ ഇരുന്ന് കരയാൻ തുടങ്ങി. കാര്യത്തെ അവൻ ഐസ് പോലെ അവൻ അമ്മ അഭിഷേകം ചെയ്ത്. അപ്പോൾ അവനിരുന്ന് കരയാകുമ്പോൾ അമ്മ തന്നെ ഓർക്കുന്നു ഇവനെന്താ കരയണമെന്ന്. 10-21 വയസ്സേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അവൻ ഉടമ്പടി എടുത്തും പറഞ്ഞു എനിക്ക് വീട് വേണം ഈശോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മകനോട് പറഞ്ഞിട്ട് എനിക്ക് വീട് വാങ്ങിച്ചു തരണമെന്ന് പറയും. അപ്പോൾ കറക്റ്റാണിത്. ഈ ആ പ്ലേസിങ് കറക്റ്റാണ്. പ്രയർ പ്ലേസിങ് വിത്ത് ഫെയ്ത്ത്, വിത്ത് ലവ്, വിത്ത് ഫാദർ ടച്ച്, ഇങ്ങനെ എല്ലാം കണ്ടിട്ട് ആ ഫെയ്ത്തിലാണ്. ഓർഗാനിക് ഫെയ്ത്താണത്. നമ്മുടെ ടെക്നിക്കൽ ഫെയ്ത്ത് ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റ് ഫെയ്ത്ത് ഉണ്ട്. ഓർഗാനിക് ഫെയ്ത്ത് എന്ന് പറയണത് അതിൻ്റെ അകത്ത് മുഴുവൻ ജൈവപരതയായിരിക്കും. ജൈവപരത വെച്ച് കഴിഞ്ഞാൽ സ്നേഹം ഇങ്ങനെ തുളുമ്പി നിൽക്കും, വിശ്വാസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതാണ് ഓർഗാനിക് ഫെയ്ത്ത്. എബ്രാഹത്തിൻ്റെ ഫെയ്ത്ത് അല്ല. എബ്രാഹത്തിൻ്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അത് കട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫെയ്ത്ത് എങ്ങനെ ഉണ്ട്, വാട്ട് ഈസ് യുവർ പേഴ്സണൽ റിലേഷൻ വിത്ത് ജീസസ്, അത് ഓർഗാനിക് ആണോ അല്ലയോ. ചില ആൾക്കാർക്ക് കെമിക്കൽ ഫെയ്ത്താണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേട്ടും കണ്ട് അവരുടെ ഇവിടെയൊക്കെ കേട്ട് വിശ്വസിച്ചൊക്കെ ഒരു വിശ്വാസം ഇങ്ങനെ തല്ലിക്കൂട്ട് വിശ്വാസമാണ് കെമിക്കൽ ഫെയ്ത്ത്. നമുക്ക് വേണ്ടത് ഓർഗാനിക് ഫെയ്ത്താണ്. നേരെ ദൈവത്തോട് നേരെ അലന്ദാസിൻ്റെത് എനിക്കിഷ്ടപ്പെട്ടത് അതാണ്. അത് ഓർഗാനിക് ഫെയ്ത്താണ്. എന്നുവെച്ചാൽ നേരെ അമ്മയുടെ എന്നോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. എനിക്കിത് വിശ്വാസമാണ്, എൻ്റെ വിശ്വാസം വളരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എൻ്റെ ഫീൽ ഓഫ് ദി ഫെയ്ത്ത് ആ രീതിയിലാണ് പോണത്. പക്ഷെ അത് ലൈറ്റ്നിങ് പോലെയാണ് വിശ്വാസം ഏറ്റെടുത്തിരിക്കുന്നത് അമ്മ. എന്താ കാര്യം വെച്ചാൽ ഒരിക്കലും വിൽക്കാത്ത സ്ഥലം ഇവർ ചെല്ലുമ്പോൾ
ഈ കാശുരൂപം കൊണ്ടാണ് പോണത്. ഉടമ്പടി കാശുരൂപം കൊണ്ട് പോവുകയാണ്. പോയി സ്ഥലം വിൽക്കണ പാടി ചെല്ലുമ്പോൾ എപ്പോഴും 10 ഗുണ്ടകൾ അവിടെ നിൽക്കണ കാണാം. ആരെങ്കിലുമൊക്കെ തടുക്കാൻ വേണ്ടിയും തടസ്സപ്പെടുത്താൻ വേണ്ടിയും ഞങ്ങൾ എടുത്തിട്ടിരിക്കണത് വിലക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പം ചെല്ലുമ്പോൾ എന്ത് പറ്റും? അവിടെ ആളില്ല, നോബടി. അമ്മ എല്ലാത്തിനെയും തൂത്ത് കൂട്ടി കാറ്റത്ത് കിളി പറന്ന പോലെ പോയി അത് സാധനം പോകും. അത് ചില ഓർഗാനിക് ഫെയ്ത്തിൻ്റെ പ്രശ്നം അതാണ്. വെച്ചാൽ അത് കറക്റ്റ് ഷൂട്ട് ചെയ്യണ സംഭവമാണ്. അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത വ്യക്തികൾ വേദനിക്കരുത്. നിങ്ങൾ ഇതുപോലെയുള്ള ദൈവവുമായിട്ട് വളരെ വളരെ സ്നേഹത്തോടു കൂടി കർത്താവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങൾ ദൈവവുമായിട്ട് അമ്മയെപ്പോലെ ഒരു സമർപ്പണം നടത്തി എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കണം. കാര്യം അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് പറയുന്ന സത്യം. എഴുന്നേൽക്കുക. ഒരു നിമിഷം കണ്ണടച്ച് കൈകൾ കുപ്പി മൗനമായിട്ട് ഒരു കാല്, അത് ഇടത് കാലാണ്, കാലിൻ്റെ കണ്ണ അതെല്ലാം ഇങ്ങനെ അല്പം പാദം ചെരിഞ്ഞിരിക്കുന്ന നീര് വെച്ചിരിക്കുന്ന കർത്താവ് അത് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കളർ മാറിയിട്ടുണ്ട്. കാറിൻ്റെ ഒരു ഇങ്ങനെ വളയിടുമ്പോഴുണ്ടാകുന്ന ആ രീതിയിലൊരു കാറിന് ചുറ്റും ഒരു വയലറ്റ് കളറുണ്ട്. അതാണ് അതിന് കുഴപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അത് കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ്, ഞാൻ അങ്ങയുടെ തിരുസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അനേകം മക്കൾ ഇപ്പോഴേ കർത്താവ് ഇവിടുന്ന് ഉടമ്പടി ചെയ്ത് പോയിട്ടുണ്ട്. ആ ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളെയും കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം കേട്ട് ഉടമ്പടി ചെയ്യാനും വരുന്ന മക്കളുണ്ട് ഈശോയെ, അവരെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ശരീരം മുഴുവനും കർത്താവെ ചിരങ്ങുള്ളവർ, കുരുക്കളുള്ളവർ, പഴുത്തോണ്ടിരിക്കുന്ന വ്രണങ്ങളുള്ളവർ, ഷുഗർ രോഗികളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ ഈശോയെ. ആന്തരിക അവയവങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. ആന്തരിക അവയവങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. തലച്ചോറ്, അതിലൂടെ രക്തധമനികൾ കർത്താവ്, രക്തോട്ടമില്ലാത്തവർ, തലച്ചോറ് കർത്താവെ, പലതരത്തിലുള്ള മരവിപ്പുള്ളവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. ഈശോയെ, ആന്തരിക അവയവങ്ങളെ നീ തൊടണമേ കർത്താവെ. ഈ നിമിഷം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. തൊണ്ടയെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയിഡുകാരെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയിഡുകാരെയും ടോൺസൈറ്റുകാരെയും സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, ശരീരത്തിൽ മുഴയുള്ളവരെയും കർത്താവെ, നാക്കിന് കർത്താവെ, സംസാരിക്കാൻ പറ്റാത്തവരെയും, ക്യാൻസർ ഉള്ളവരെയും, തൊണ്ടയ്ക്ക് കർത്താവെ കളർ വ്യത്യാസമുള്ളവരെയും, അവിടെ മുഴ ഉള്ളവരെയും ഒക്കെ അങ്ങ് കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൈ പൊക്കാൻ പറ്റാത്തവർ, ഉയർത്താൻ പറ്റാത്തവരെ അങ്ങ് തൊടണമേ കർത്താവെ. പേശികളെ കർത്താവ് മരവിപ്പുള്ളവരെ അങ്ങ് തൊടണമേ കർത്താവെ. പേശികളെ മരവിപ്പുള്ളവരെ അങ്ങ് തൊടണമേ. കണ്ണിന് കാഴ്ച ഉള്ളവരെയും, കണ്ണ് മുറ്റുന്നവരെയും, കണ്ണ് കരിക്കുന്നവരെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെവിക്ക് കേൾവിക്കുറവുള്ളവരെയും, ചെവിയിൽ നിന്ന് പഴുപ്പുള്ളവരെയും കർത്താവ്, സ്രാവം വരുന്നവരെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം ചെവികൾ വെക്കണേ പാത്ത എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തുറക്കപ്പെടുന്ന പഠിച്ചു കർത്താവ്. ചെവിയുടെ ചെവി തുറന്നവനെ നിൻ്റെ ചെവി വലത് കർത്താവ്, നിൻ്റെ ഇടത് കരം കർത്താവെ. നീ കർത്താവെ അങ്ങനെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ശ്വാസകോശങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണേ കർത്താവെ. ഈശോയെ, ബ്രസ്റ്റുകളെ കർത്താവെ, വീക്കമുള്ള ബ്രസ്റ്റുകളെ, സിസ്റ്റുള്ള ബ്രസ്റ്റുകളെ, ക്യാൻസറുള്ള ബ്രസ്റ്റുകളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ ഈശോ. അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ബ്രസ്റ്റുകളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശത്തെ കഴുകണമേ കർത്താവെ. ശ്വാസകോശത്തെ കഴുകണം കർത്താവ്. വലിവ്, ശ്വാസം മുട്ടൽ, ആസ്മ രോഗികളെ കർത്താവെ, കോവിഡ് വന്നതിന് ശേഷം കർത്താവ്, കോവിഡാനന്തര കാലങ്ങളിൽ കർത്താവെ ശ്വാസകോശ ചുരുക്കം അനുഭവിക്കുന്നവർ, ശ്വാസം മുറിയുന്ന പോലെ, ശ്വാസം എടുക്കുമ്പോൾ ആന്തരിക മുറിവുള്ളതുപോലെ കർത്താവ് പിടയുന്ന വേദനയുള്ളവരെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, ഇന്ന് വരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ ആരാധനകളെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോഴേ
കർത്താവ് ഈ ധ്യാനം എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം വെച്ച് എന്നെല്ലാം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവേ നിന്റെ തിരുമുറുവാർന്ന് വലതുകരം അവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗം മാറാത്ത വീടുകളെ കർത്താവേ അങ്ങ് സ്പർശിക്കണേ കർത്താവേ. സാമ്പത്തികമായ ക്ലേശങ്ങളുള്ളവർ, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതകളുള്ളവർ കർത്താവെ, വിശ്വാസമില്ലാത്തവർ, കുടുംബപ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ കർത്താവെ ഇപ്പോഴും നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ രക്തത്താൽ എല്ലാ മുറികളും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പൈശാചിക ബന്ധനങ്ങൾ, എല്ലാ തരത്തിലുള്ള വേദനകൾ, മറ്റുള്ള മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങൾ കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അതിരുകൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഈശോയെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കർത്താവെ അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തെ പൈശാചിക ശക്തികൾ അവിടെ നിന്ന് വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ, വരൂ. എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ, വരൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വിവാഹം ഒത്തുവരാത്തവരെ സമർപ്പിക്കാം. ഇന്നുവരെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് 37 വർഷമുള്ള ആൾക്കാരെ കാണിച്ചു തരുന്നുണ്ടല്ലോ കർത്താവ്. കർത്താവ് ശരീരത്തിനുണ്ടാകുന്ന ചില കുരുക്കൾ, തോളിലുണ്ടാകുന്ന കുരുക്കളുള്ളവർ കണ്ടത്. അതുകൊണ്ട് തന്നെ കർത്താവ് അത് കാണുന്നത് കാരണം കർത്താവ് വിവാഹം ഒത്തുവരാത്തവരെ കാണിക്കുന്നുണ്ട്. ആ ലേഡിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, സൗന്ദര്യത്തിൻ്റെ, പണത്തിൻ്റെ കാര്യം കൊണ്ട്, പാരമ്പര്യത്തിൻ്റെ വിഷയം കൊണ്ട്, മറ്റു രോഗങ്ങൾ കാരണമോ മറ്റു തരത്തിലുള്ള വിഷമം കൊണ്ട് ജീവിത പങ്കാളിയെ കിട്ടാത്തവരെ ഈശോ ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ വൈവാഹിക ദോഷങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് കർത്താവേ, മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ സാങ്കേതികമായ മെഡിക്കേഷൻ എടുത്തതിന് ശേഷവും വൈദ്യശാസ്ത്രത്തിന് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും കർത്താവെ മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവിന് ശക്തി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അത് വൈദ്യശാസ്ത്രത്തിനോ ലോകത്തിനോ നിനക്ക് മറുപടി തരാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് ശക്തിയായിരിക്കും നിനക്ക് മറുപടി പറയണത്. നീ വിശ്വസിക്കുന്ന ദൈവത്തിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ധ്യാനം കൂടുന്ന മക്കളില്ലാത്തവർക്ക് മേൽ അവർക്ക് മക്കളെ ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി, അമ്മ അനുഗ്രഹിക്കാൻ വേണ്ടി യേശുനാമത്തെ കൽപ്പിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ. ഈ ഒരു സ്നേഹമേ, സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവെ, ഉദരത്തിൽ ശിഷ്ടമുള്ളവരെ, പിസ്റ്റില രോഗികളെ കർത്താവെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗർഭപാശയത്തിൽ കർത്താവ് ശിഷ്ടമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കർത്താവ് പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോൺസ്റ്റിപ്പേഷൻ അസുഖമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, പലതരത്തിലുള്ള ബ്ലോക്കുകളുള്ളത്, രക്തത്തിൻ്റെ ബ്ലോക്കുകൾ, മൂത്രത്തിൻ്റെ ബ്ലോക്കുകൾ, മലത്തിൻ്റെ ബ്ലോക്കുകൾ, കർത്താവ് എല്ലാ സ്രാവങ്ങൾക്കും ബ്ലോക്കുകളുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പം ഈ നിമിഷം അൾത്താറയിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പകർന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർ സുഖമായി ഉറങ്ങാൻ, സുഖമായി ജീവിക്കാൻ മുഴുവൻ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ എന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ കൽപ്പിക്കുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ. നീ വരൂ സ്നേഹമേ, നീ വരൂ സ്നേഹമേ, കാത്തിരിപ്പൂ ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ട്. കർത്താവേ, ജീവിത മാർഗങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവെ സ്വദേശത്തും വിദേശത്തുമായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ശമ്പളം കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ ജോലി അവർക്ക് തീരാൻ പോകുന്നു, ഇനി അടുത്ത ജോലി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തതിൻ്റെ പേര് ജീവിത പങ്കാളികൾ തമ്മിൽ മാനസികമായിട്ട് അകന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കേസ്, വാക്കാണം, വഴക്ക്, കോടതി കേസുകൾ അകപ്പെട്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ കൃപാസനത്തെ അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സകല ദുരിതങ്ങളും കർത്താവിന്റെ മാത്രം മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമേ ആരാധന കാത്തിരിപ്പൂ കാരണത്തിന് കർത്താവെ വസ്തു വിൽക്കാൻ പറ്റാത്തവരെ, വിറ്റ വസ്തുവിനെ കർത്താവെ വസ്തു കൊടുക്കാൻ പറ്റാത്തവരെ, ഇങ്ങനെ വ്യത്യസ്തമായ സാങ്കേതികമായ നിയമക്കുരുക്കിൽ കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാക ഉടമ്പടി ചെയ്യാൻ പറ്റാത്തവർ, മുന്നാധാരം ഇല്ലാത്തവർ, ബാങ്കിൽ വിത്തുകളുടെ പോയിട്ടുള്ളവരെ, ലേലത്തിൽ വെച്ച വസ്തുക്കൾ കർത്താവെ ജപ്റ്റ് ചെയ്യാൻ പോകുന്ന വസ്തുക്കളും സ്ഥാപന ജംഗം വസ്തുക്കളും ഇനി അങ്ങനെ ജീവിക്കുന്ന അറിയാൻ പാടാത്ത സാമ്പത്തിക തകർച്ച വിഷമിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവ് ഇപ്പോൾ കർത്താവർക്ക് വഴി കാണിക്കണേ. കർത്താവ് വഴിയും വെളിച്ചവുമായവനെ, ലോകത്തിൻ്റെ പ്രകാശമായവനെ, അവിടെ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ യാചിക്കുന്നു. യേശുവേ കടന്നു ചെല്ലണമേ, അവർക്ക് വെളിച്ചം ലഭിക്കട്ടെ. ശ്രുതിക്കട്ടെ. നീ വരൂ സ്നേഹമേ, ദിവ്യകാരുണ്യത്തിന് നല്ലവനായ ഈശ്വരന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. MOH, HAD, LT, IELTS പോലുള്ള RN പരീക്ഷകൾ കർത്താവ്, അതുപോലെ PSC പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ കർത്താവ് എഴുതാൻ പോകുന്നവർ, എഴുതിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരും കർത്താവ് വിശുദ്ധമായ രഥത്തെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവ്, അവരുടെ കഴിവ് കൊണ്ടുള്ള കർത്താവ്, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ് അവരെല്ലാം എല്ലാ കടമ്പകളെയും അതിജീവിക്കാൻ വേണ്ടി അവർ ഉന്നതമായ വിജയം കൈവരിക്കാൻ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വസിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവെ മുട്ടുകാൽ ഉള്ളംകാലം മുതൽ കർത്താവെ അരക്കെട്ട് വരെയുള്ള രോഗങ്ങൾ, വാദരോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ കർത്താവെ, ഞരമ്പിൻ്റെ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ കർത്താവെ, അതുപോലെ ഉണ്ടാവുന്ന ഗർഭപാത്രത്തിൻ്റെ രോഗങ്ങൾ, കർത്താവ് പിത്താശയത്തിൻ്റെ കല്ലുകൾ, കിഡ്നിയുടെ കല്ലുകൾ കർത്താവ്, മൂത്രാശയത്തിൻ്റെ കല്ലുകൾ, മൊത്തമൊഴിക്കുമ്പോൾ വേദനയും എരിച്ചിലും പുകച്ചയും വരുന്ന അനുഭവിക്കുന്നവരെ കർത്താവ് അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. നടുവലിനെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കിടക്കാൻ പറ്റാത്തവർ, കസേര അകന്നു പോയവർ കർത്താവ്, വിട്ടുപോയവർ കർത്താവ്, കിടപ്പ് രോഗികളെല്ലാം കർത്താവ് നിന്റെ തിരുമുറവാർന്ന വലതുകരം, അഴിപ്പെടുതാർന്ന വലതുകരം അത്ഭുതകരത്താൽ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാഭേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ.